എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. മാറുന്ന പ്രശ്നമില്ല. ഇതെങ്ങാനും നരേന്ദ്രമോദി കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഓർഡർക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ഒരു നിത്യബ്രഹ്മചാരി പട്ടം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുക, ഒരു ബയോളജിക്കൽ ദൈവമായ ഞാൻ നിന്റെ തന്തയോ. നിങ്ങൾ ആലോചിച്ചു, ഇതല്ലേ മോദിജി പോലും വിചാരിക്കുക. വല്ലാത്തൊരു വെട്ടവിളി കേട്ടവൻ. ഇവനൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഏതായാലും ഷൊണ്ണ നിനക്കൊരു മുത്തച്ഛനെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പി സി ജോർജിന് പുതിയ അപ്പനെ കിട്ടുമ്പോൾ ഷൊണ്ണന് പുതിയൊരു മുത്തച്ഛനെയും കൂടെ കിട്ടും. അല്ലെങ്കിൽ ശരിക്കുള്ള അപ്പൂപ്പനോടെ പോയി ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കേട്ട വാർത്ത ഏതാണ്, നമ്മുടെ പി സി ജോർജ് പൈസ കിട്ടാത്തതിന്റെ ടെൻഷനിൽ നടക്കുകയാണ്. പി സി ജോർജ് മാത്രമല്ല, ഈ അഖിൽമാരാര്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ റോബിൻ രാധാകൃഷ്ണൻ, മൂന്നാമത്തെ NDAയുടെ സ്ഥാനാർത്ഥി പി സി ജോർജ്, മൂന്നെണ്ണത്തിനും പൈസയാണ് കിട്ടേണ്ടത്. പൈസ കിട്ടിയിട്ടില്ല വിചാരിച്ച പോലൊന്നും. ഒരുത്തൻ പാർട്ടിയെ ചാടി, ഒരുത്തൻ അവിടെ കിടന്ന് എന്തൊക്കെ ആരുണ്ടൊക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കഷ്ടപ്പെടുന്നു. വേറെ ഒരുത്തഎന്താ പൈസ കിട്ടാത്തതിന്റെ ടെൻഷൻ അങ്ങ് വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ചോർത്തിയെടുത്ത റിപ്പോർട്ടർ TV അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം ഏതായാലും നല്ലൊരു കാര്യമാണ്. വേറെ ഒന്നും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിലും അല്ല, ഇനി ഇതൊക്കെ പോട്ടെ. ഇത് പിടിച്ച സമയത്ത് ഇയാൾ കിടന്ന് മെഴുകുന്ന മെഴുകല് സത്യം. പൂഞ്ഞാറിൽ ഇയാൾക്ക് 36,000 വോട്ട് ചെയ്തത് പറഞ്ഞ സംഘികളെ നിങ്ങളുടെ കാര്യം. അത് അല്ലാണ്ട് ഇയാൾ പറ്റിച്ച് വെച്ച ആൾക്കാരുടെ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. ഇവനെ പോലത്തെ പോത്തുകൾക്കൊക്കെ വോട്ടും ചെയ്ത് ഇവനൊക്കെ ജയിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? മുസ്ലിം വിരോധം ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിൽ. അതിൻ്റെ കൂട്ടത്തിൽ അല്ലാതെ മടുത്തൊരു അതും വേറെ. ഇപ്പം അതാ മോദിജിയാണ്, എനിക്കൊരൊറ്റ തന്തയുള്ളൂ, അത് മോദിജിയാണ്. എനിക്കൊരൊറ്റ തന്തയുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ മോദിജി എൻ്റെ നേതാവായി കാണുമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ഇത് തന്തനെ തന്നെ മാറ്റി പറഞ്ഞ പൂഞ്ഞാറിലെ ക്ലോസറ്റിനെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കണ്ടത്. ഏതായാലും ക്ലോസറ്റ് കിടന്ന് മെഴുകുന്ന ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. ഇതാ സത്യം. ഒരാൾക്കെങ്കിലും ഒരു നയാ പൈസ ഞാൻ കൊടുത്തതായി, ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായി തെളിയിക്കാമെങ്കിൽ ഞാൻ ശിക്ഷിച്ചോന്ന് പറയുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം. അത് ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായില്ലേ? ഒരാൾക്കെങ്കിലും ഞാൻ രൂപ കൊടുക്കുകയോ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായിട്ട് തെളിവ് തരാമെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം. ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനൊന്നും സമയമില്ല. നമ്മൾ കിടന്ന് നോട്ട് പിടിക്കുകയായിരുന്നു. ഇത്തവണ 36,112 വോട്ട് കിട്ടിയത് 2,900 36,000 ആയെന്ന് നോക്കണം. വെറുതെ കിട്ടുകയാണ്. അത് പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് 2,900 വോട്ടാണോ അല്ലെ 36,000 വോട്ടായിട്ട് ഇപ്രാവശ്യം പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. ആ 36,000 വോട്ട് കിട്ടാൻ എത്ര പൈസ BJP ഇറക്കി എന്നുള്ളതിൻ്റെ സത്യാവസ്ഥയാണ് ഓരോ ദിവസങ്ങളായിട്ട് പുറത്തോട്ട് വരുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് തൻ്റെ മണ്ഡലത്തിൽ മാക്സിമം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപ. ആ 40 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് BJP ഇറക്കി എന്ന് പറയുന്നത് 4.5 കോടി രൂപയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ. അതായത് ഏകദേശം കേരളത്തിന് കിട്ടിയ കാശ് എന്ന് നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 450 കോടിയുടെ അടുത്ത്, 420 കോടിയുടെ അടുത്ത് BJP കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടെ വാരി വെതറിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. എന്നിട്ട് പോലും BJPയുടെ വോട്ട് പെർസെൻറ്റേജിൽ ആകെ 1.5% കൂടിയത്. ഇത് മൊത്തം വോട്ട് പെർസെൻറ്റേജ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക, തൊട്ടതിനും പിടിച്ചതിനൊക്കെ അല്ലെങ്കിൽ ഒരു കച്ചവടം, മുസ്ലിമിൻ്റെ ഒരു കച്ചവടം നന്നായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ പൈസ ചിലവാക്കണേ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ NIA വരണം, ED വരണം, മോദിജി നേരിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കുരയ്ക്കുന്ന സംഘപരിവാരങ്ങൾ എത്ര പൈസയാണ് എവിടെ നിന്നൊക്കെ കള്ളപ്പൈസ. അതങ്ങ് കൊടകര കേസ് എന്തായെന്ന് നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ആ കേസ് മുതൽ ഇങ്ങോട്ട് എവിടെ നിന്നൊക്കെ വന്മാരും കള്ളപ്പണം ഇറക്കിയിട്ടാണ് രാജ്യത്ത് നാട്ടിൽ വോട്ട് പിടിക്കുന്നത്, വോട്ട് വാങ്ങുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. പാലക്കാട് രമേശ് പിഷാരടിയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് BJPയുടെ ഉന്നത കുല ജാഥ അല്ലെങ്കിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ അവസ്ഥ എന്തായിരുന്നു? പാലക്കാട് പല വീടുകളിൽ കയറിയിട്ട് 5,000 വെച്ച് കൊടുത്ത് നമ്മൾ കണ്ടു. കയ്യോടെ പിടിച്ചതോടുകൂടി മലക്കം പറഞ്ഞ ശോഭാജി അവിടെ തോറ്റ അമ്പി ഇപ്പം കാണാൻ പോലുമില്ല. എവിടെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിയിൽ വന്ന് വാ തുറക്കുന്നത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മ അതിന് കിട്ടലാണ് കിട്ടിയത്. അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ലാത്ത കേസുകളൊന്നുമില്ല. ഇത്രയും കേസ് പിടിച്ച് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും പാലക്കാട് നിന്ന് 10,000 വോട്ടിന് തോറ്റ അമ്പിയിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ അത്രയും പൈസ ഒഴുക്കിയിട്ട് പോലും അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അത് ചില ആൾക്കാരത് കൈയോടെ പൊക്കിയതോടുകൂടി മലക്കം പറഞ്ഞ ജീനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇത്രയും പൈസ കൊടുക്കണമെങ്കിൽ അത് എവിടുന്ന് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിപ്പം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസങ്ങളായിട്ട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 450 കോടിയുടെ അടുത്ത് കേരളത്തിൽ വന്മാർ ഒഴുക്കി കളിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അതിൽ സാബു ജോർജിനൊക്കെ 40 കോടി കിട്ടിയിട്ടുണ്ട്. 10-20 സ്ഥാനാർത്ഥികൾ NDAയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയ വകയിൽ 40 കോടി അയാൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഏതൊക്കെ പൈസ കിട്ടി. പക്ഷേ ഈ കൂട്ടത്തിലുള്ളത് സകല കള്ളന്മാരായതുകൊണ്ട് ഈ പൈസ വേണ്ട പോലെ അങ്ങ് ഇറങ്ങിയില്ല. അതുകൊണ്ട് വോട്ട് ഇങ്ങ് മറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏകദേശം 4.5 കോടി രൂപ വെച്ചിട്ട് കൊടുത്തു. അതേപോലെ B ക്ലാസ് മണ്ഡലങ്ങളിൽ 2.5 കോടി വെച്ച് കൊടുത്തു. മൊത്തം 140 മണ്ഡലങ്ങൾ എടുക്കുമ്പോഴേക്കേ ഇവന്മാരുടെ ടോട്ടൽ എമൗണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 420 കോടി 450 കോടിയുടെ ഇടയിൽ വരുന്ന പൈസ. അപ്പോൾ ഇത്രയും പൈസ ഒഴുക്കിയിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടെന്ന് വീണ്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർ തെളിയിച്ചിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത ചില നാട്ടുകാരാണ് അവിടെ ജയിപ്പിച്ച് വിട്ടിട്ടുള്ളത്. അതിനുള്ളത് അവന്മാർ അനുഭവിക്കുകയും ചെയ്യും. ഇവന്മാർ ഈ വാചകടിയും കസർത്തും ഈ കുത്തിത്തല്ലും തമ്മിത്തല്ലും ഈ എന്താ പറയുക വർഗീയതയും പറഞ്ഞ് നടക്കാനല്ലാണ്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് ഈ ഐറ്റങ്ങളെ പറ്റിയിട്ടുണ്ട് ഈ രാജ്യത്ത്? ഇല്ല. ഈ രാജ്യത്ത് അത് മാത്രമേ നടന്നിട്ടുള്ളൂ.
പിന്നെ കുറെ ഗോതി മീഡിയയിൽ വരുന്ന പ്രൊപ്പഗണ്ട ന്യൂസ് വിട്ട ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതല്ലാണ്ട് ഇവന്മാർ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഷൂ നക്കി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാപ്പ് എഴുതി, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗാന്ധിജിനെ കൊല്ലേണ്ട കേസിൽ, അല്ലെ കൊന്നു കളഞ്ഞ കേസിൽ 8ാം സ്ഥാനത്ത് പ്രതിയായിട്ട് വന്ന ആളെപ്പോൾ അവർ വിശ്വപുരുഷനായിട്ടും അല്ലെങ്കിൽ ഗാന്ധിജിനെ പിന്നിൽ നിർത്തി ഈ പറഞ്ഞ വീര ചവർക്കര മുമ്പിൽ കൊണ്ട് ആ സ്ഥാനത്തിൽ അവിടെ അങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും പാരമ്പര്യമില്ലാത്ത, ഒരു തരത്തിൽ ചരിത്രം പറയാനില്ലാത്ത ചെറ്റത്തരം മാത്രം ചെയ്തിട്ടുള്ള ടീംസാണ് ഇവന്മാർ. ഇവന്മാർ ആദ്യമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ പറഞ്ഞ സവർക്കർ 10 വട്ടം മാപ്പ് എഴുതിയല്ല 5 വട്ടം മാപ്പ് എഴുതി ആ മാപ്പ് സവർക്കർ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രമല്ല എഴുതിയത്. അത് കഴിഞ്ഞ് 1951 ആവുന്ന സമയത്തെ ഹിന്ദു മഹാസഭ, അതല്ലേ സവർക്കറുടെ സഭ, അതോ ഹിന്ദു മഹാസഭ തന്നെ. ഈ ഹിന്ദു മഹാസഭ ബംഗാളിൽ അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വരും, അതല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിസം കൂടി വരുന്നുണ്ട്, അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് കത്തെഴുതിയിട്ടുള്ള ടീമാണ്. അതല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിന്, സൈന്യത്തിന് കത്തെഴുതിയിട്ടുള്ള ടീമാണ് ഏത് ഈ പറഞ്ഞ സവർക്കറുടെ സഭ. അപ്പൊ അന്ന് മുതൽ ഒരു വട്ടമല്ല പലവട്ടം അമ്മമാർ കത്തെഴുതിയിട്ടുണ്ട്. കത്തെഴുതിയ പാരമ്പര്യം അങ്ങ് ഈ ജയിലിൽ നിന്ന് നേരിട്ട് ബ്രിട്ടീഷിന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേക്കും ഈ പറഞ്ഞ ബംഗാൾ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ ബംഗാൾ അവിടെ കമ്മ്യൂണിസം വരും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 2 കത്തെഴുതിയിട്ടുണ്ട് അമേരിക്കയ്ക്കും ബ്രിട്ടനും വീണ്ടും. ആ പാരമ്പര്യമുള്ള ഈ ടീമിനോട് എന്ത് സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യനെ കട്ടുമുടിച്ചോണ്ടിരിക്കുന്ന കള്ള പൈസ വെച്ചിട്ട്, ഇന്ത്യനെ വിറ്റെടുത്ത പൈസ വെച്ചിട്ട് ഇവന്മാർ വോട്ട് വാങ്ങി, അതല്ലെങ്കിൽ SIR വെച്ച് വോട്ട് വെട്ടി, ഇനി SIR വെച്ച് വോട്ട് കയറ്റി, ഇനി EVM വെച്ചിട്ട് വോട്ട് അല്ലാത്തത് കയറ്റി ഇവന്മാർ ജയിക്കുന്നതിൽ ഒരു എന്താ പറയുക അതിശയം നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഏതായാലും PC സ്വന്തം തന്തനെ മാറ്റി പറയുന്ന ആ ഒരു ഭാഗം കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. പിന്നെ ഞാൻ നിങ്ങളുടെ പച്ചക്കാണ്, ഞാൻ BJP ചേർന്ന് വെറുതെ ചേർന്നതല്ല. ഞാൻ പച്ചക്കാരെന്ന് പറയുക, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന RSSും BJPയുടെ പ്രവർത്തകരുമാണ്. എന്നെ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ, ഞാൻ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, മുസ്ലിങ്ങളിൽ തീവ്രവാദി എല്ലാ മതത്തിലുണ്ട് തീവ്രവാദി, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിമിലുണ്ട്. ബാലൻസിങ് കൊള്ളാം, ബാക്കി പറ കേൾക്കട്ടെ. പക്ഷേ മുസ്ലിമിൽ തീവ്രവാദി കൂടുതലാണ്, അതാണ് സത്യം. ആ തീവ്രവാദി എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പം 2 പ്രാവശ്യം ഈ മുസ്ലിമിൽ തീവ്രവാദികൾ കൂടുതലുണ്ടെന്ന് നീ എന്ത് കണ്ടിട്ടാണ് ക്ലോസറ്റെ നീ പറഞ്ഞത്? അറിയാത്തോണ്ട് ചോദിക്കുക. ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ സംഘികളെക്കാൾ എണ്ണം കൂടില്ല. സംഘികളാണ് ഇന്ത്യയിൽ എണ്ണം കൂടുന്നത്. സംഘികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദികളും രാജ്യദ്രോഹികളും. അപ്പം മുസ്ലിം തീവ്രവാദികൾ നീ ഇന്ത്യയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിനക്ക് അത് എണ്ണം വെക്കാൻ. പിന്നെ മുസ്ലിം തീവ്രവാദികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജൂതത്തെണ്ടികളും അതുപോലെ തന്നെ അമേരിക്ക അവിടെ ഉള്ളത് കൊണ്ട് അതങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു സൈഡിൽ നിന്ന്. പക്ഷേ നമ്മുടെ രാജ്യത്ത്, സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് തീവ്രവാദികളായിട്ടുള്ള സംഘികൾ, അതായത് രാജ്യദ്രോഹികളും രാജ്യ തീവ്രവാദികളായിട്ടുള്ള സംഘികളെക്കാൾ എണ്ണത്തിലേക്കാളൊന്നും മുസ്ലിം തീവ്രവാദത്തിൻ്റെ എണ്ണം കൂടുന്നില്ല എന്നും കൂടെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. പറ ക്ലോസറ്റിന് വേറെ എന്താ പറയുള്ളത്? RSSിൻ്റെയും BJPയുടെയും പ്രവർത്തനം എന്നെ രക്ഷിച്ചത്. ഇതിൽ ഞാൻ കൊല ചെയ്യപ്പെടുമായിരുന്നു. ഇവനെ കൊല്ലാൻ ഏത് മുസ്ലിം തീവ്രവാദി വന്നു ഇവൻ ഈ പറയുന്നത്? എടാ നിന്നൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് എന്തിന്? അല്ല നിന്നൊക്കെ മേല് തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ 10 വട്ടം കുളിച്ചാലും നന്നാവാൻ പോണില്ല. കക്കൂസിന്റെ കുണ്ടിൽ വീണാൽ പോലും 1-2 വട്ടം കുളിച്ച് നമുക്ക് നന്നാക്കി എടുക്കാം. നിന്നൊക്കെ തൊട്ട് കഴിഞ്ഞാലല്ലോ അതിനേക്കാൾ നല്ല തൂങ്ങിയടി ചത്താളനായിരിക്കും. അമ്മാതിരി വൃത്തികെട്ട ചിന്താഗതി, അമ്മാതിരി വൃത്തികെട്ട വാക്ക്, അമ്മാതിരി വൃത്തികെട്ട സൃഷ്ടിനെ വരെ സൃഷ്ടിച്ചാടെ വെച്ചിട്ടാണ് നീ അവിടെ ഇരുന്ന് ചിലചലിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ നീ ചാടും? നിന്നോട് പറയാണ് നാളെ തിന്നട സംഘികളുടെ അപ്പി എന്ന് പറഞ്ഞാൽ നീ തിന്നും, എന്താ നിനക്ക് പൈസ കിട്ടിയാൽ മതി. ആ അവസ്ഥയിലുള്ള ഐറ്റാണ് നീയൊക്കെ. എന്നിട്ട് നിന്നെ കൊല്ലാൻ മുസ്ലിം തീവ്രവാദികൾ വന്ന്, എന്നിട്ട് നിന്നെ RSS അതല്ലെങ്കിൽ സംഘപരിവാർ BJP നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അതിൻ്റെ കഥയും കൂടെ നീ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കേട്ടോ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എന്നെ സംരക്ഷിച്ചു തന്നതിലുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. ഇപ്പം എനിക്ക് ഇനി പാർട്ടി മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, ചിന്തിക്ക് പോലും വേണ്ടാരും. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. മാറുന്ന പ്രശ്നമില്ല. ഇതാ സത്യം. കേട്ടല്ലോ നിങ്ങൾ. അപ്പം തന്ത ഇതാണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് PC ജോർജ്. ഈ നമ്മൾ എന്തൊക്കെ നമുക്ക് ആദർശം പറയാം, നമുക്ക് നമ്മുടെ പാർട്ടീനെ പറ്റി പറയാം, നമുക്ക് നമ്മുടെ നേതാവിനെ പറ്റി പറയാം, നമുക്ക് നമ്മുടെ മതത്തിനെ പറ്റി പറയാം, നമുക്ക് നമ്മുടെ ജാതിനെ പറ്റി പറയാം, അതൊക്കെ നമ്മൾ പറയാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചത്ത് മലച്ച് കിടന്നു അതും ചെയ്തു. പക്ഷേ സ്വന്തം തന്ത വരെ ആ പാർട്ടിയുടെ നേതാവാണ് എന്ന് പറയണമെങ്കിലുള്ള ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു കട്ടിയാണ്. അപ്പം നീ എന്താ ഉണ്ടാക്കിയത്? നിനക്ക് പുതിയൊരു തന്തനം ഉണ്ടാക്കി. നീ പച്ചക്ക് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാവരും മാധ്യമങ്ങൾ മൊത്തം കേട്ടുകൊണ്ടിരിക്കുക. നീ നിനക്ക് പുതിയൊരു തന്തനം ഉണ്ടാക്കി. അതോടുകൂടി നമ്മുടെ ഷൊണ്ണന് പുതിയൊരു മുത്തച്ഛനെ കിട്ടി, അപ്പൂപ്പനെ കിട്ടി, അല്ലെങ്കിൽ അപ്പാപ്പനെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഷൊണ്ണൻ എല്ലായിടത്തും പോയിട്ട് തന്തയുടെ പേരൊക്കെ എഴുതുന്ന സമയത്ത് തന്തയുടെ പേര് മാറ്റി എഴുതണ്ടേ? ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇമാതിരി ഊളത്തരം പറഞ്ഞിട്ട് എന്തിനാണ് ഈ നാട്ടിലെ ആ പാവം മോദിജി വരെ ഇങ്ങനെ വണ്ടറടിച്ചിട്ടുണ്ടോ നിന്റെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു നോക്കുന്നുണ്ട്. മോദിജി പോലും നെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ടോ അതങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ? ആ മോദിജിനെ പറയിപ്പിക്കണം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് അത് ഡിവോഴ്സാക്കി അതിനുശേഷം ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബ്രഹ്മചാരി പട്ടം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ മോദിജി. ആ മോദിജിൻ്റെ പേര് നീ നിന്റെ തന്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ നമ്മുടെ നാടിനും കുറച്ചില്ല. ഈ പൂഞ്ഞാറിലെ പുന്നാര മക്കളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സത്യം പുഞ്ഞാറ്റുകാരെ, നിങ്ങൾ ഇവനൊക്കെ എങ്ങനെ സഹിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
അവിടെ എപ്പോഴും സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ. ഇവൻ പറഞ്ഞ മുസ്ലിം തീവ്രവാദികൾ ഇവനെ കൊല്ലാൻ വന്നെന്നാണ് പറഞ്ഞത്. എന്നിട്ടും അവിടെ സുഖമായിട്ട് തന്നെയുള്ള പൂഞ്ഞാറിലെ ഈ മോൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ആ മുസ്ലിം തീവ്രവാദികൾ കൊല്ലാമെന്ന കഥയും കൂടെ നീ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. ബാക്കിയുള്ളവർക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ നല്ലതാണ്. അല്ലാണ്ട് ഇമ്മാതിരി വെടി പൊട്ടിക്കാനല്ല, വെടിപൊട്ടി ഉണ്ടായതാണെങ്കിലും ഇമ്മാതിരി വെടി പൊട്ടിച്ച് ബാക്കിയുള്ള ആൾക്കാരെ തമ്മിൽ നീ അടുപ്പിക്കുന്നത് ഒന്ന് നിർത്തുന്നത് നല്ലതായിരിക്കും. ഒന്ന് നിർത്തിയിട്ടില്ല, അവന് കുറച്ചും കൂടെ കിട മെഴുകുന്നുണ്ട്. അതോടെ കേൾക്കാൻ നമുക്ക്. അതെ 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 അതെ, അത് വളരെ ക്ലിയർ ആണ്. അത് ആ ഒരു സംശയം ആവശ്യമില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJPക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് UDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട, ബിഷപ്സിൻ്റെ തന്നെ ഭൂരിപക്ഷം വരുന്ന ബിഷപ്സും ഒറ്റക്കെട്ടായി UDFന് അനുകൂലമായ തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് എന്നെ തോപ്പിച്ചത്. ഇല്ലെങ്കിൽ ഞാനിവിടെ ജയിക്കുമായിരുന്നു, സംശയമൊന്നും വേണ്ട. ആ നന്ദി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അത്രയും മറുപടി ഉള്ളൂ. ആരെ? ആ രണ്ട് മാന്യന്മാർ ആരാണെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം പറയാം. ഏതായാലും ഞാൻ അവിടെ പാർട്ടി കമ്മിറ്റി സംസാരിച്ചത് എല്ലാ ചാലിയാർക്കും എങ്ങനെ കിട്ടിയേ? അത് ആരാണ്? BJPക്കാരും കൊടുത്താണല്ലോ, അവരാണെന്ന് കണക്കാക്കുക. മനസ്സിലായി? നീ തെളിവ് പറയണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ രംഗത്ത് ഒരു ഭിന്നതയും കാണാനില്ലായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതിനകത്ത് ആരും ഒരു വൃത്തികേട് കാണിച്ചായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ പൈസ മുക്കിയിട്ടുണ്ട് എന്ന് നമ്മുടെ PC ജോർജ് സംഭവിക്കുന്നുണ്ട്. പാർട്ടിയും തന്തിയൊക്കെ മാറിയെങ്കിലും പൈസ 4.5 കോടി വെച്ചിട്ട് പല സ്ഥലങ്ങളിലും മുങ്ങിപ്പോയിട്ടുണ്ട്. അതായത് A ക്ലാസ് മണ്ഡലങ്ങളിൽ 4.5 കോടി വെച്ച് കൊടുത്ത പൈസ അവിടെ വേണ്ട പോലെ ഇറങ്ങിയിട്ടില്ല, കുറേ മുങ്ങിപ്പോയിട്ടുണ്ട്. അത് മുക്കിയത് വേറെ ആരുമല്ല, നിങ്ങളുടെ നേതാക്കൾ തന്നെ ആയിരിക്കും. ഈ പാവപ്പെട്ട സംഘി കുഞ്ഞുങ്ങളും സൈബർ സംഘി ഓളികളും ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് വല്ല നക്കാപ്പിച്ചും കൊടുത്ത് അവറ്റങ്ങളെ കഞ്ഞി വെക്കാനുള്ള പൈസ കൊടുക്കും. ഇപ്പുറത്ത് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും അടിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതാക്കളുടെ സത്യാവസ്ഥയാണ് ഓരോ ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നത്. അതിൽ കിട്ടാത്ത ആളുകൾ ഇതേപോലെ പാർട്ടി സമ്മേളനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾക്കും മീഡിയകളിലും വന്നിരുന്ന് പറയും. അതാദ്യം പറഞ്ഞു അഖിൽ മാരാർ, എനിക്കൊന്നും കിട്ടിയിട്ടില്ലേ, എനിക്ക് സ്ഥാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനിതാ സുലാം പറഞ്ഞു പോയി. രണ്ടാമത്തത് റോബിൻ രാധാകൃഷ്ണൻ, അതായത് പാർട്ടിയിൽ നിന്ന് വലിയ കോടികൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് കണ്ട സ്ഥലത്തു നിന്നൊക്കെ കടമെടുത്ത് അങ്ങോട്ട് ജീവിതം ലാവിശാക്കി. അതോടുകൂടി ഇപ്പം പാർട്ടിയിൽ നിന്നിട്ട് ഫണ്ട് കിട്ടിയതുമില്ല, പൈസ കിട്ടിയതുമില്ല. കിട്ടിയ കട അല്ലെ എടുത്ത കടക്കെ ഇപ്പം എങ്ങനെ അടയ്ക്കണം എന്ന് ആലോചിച്ചിട്ട് നട്ടം തിരി നടക്കുന്ന ഒരു പൊട്ടൻ. ഇതടുത്തത് വേറൊരു ക്ലോസറ്റ്. കിട്ടും ഞാൻ പാർട്ടി മാറിയതൊക്കെ അല്ലേ, ഞാൻ ഇവിടെ കിടന്ന് മുസ്ലിം വിരോധത്തിലൊക്കെ പറയുന്നതല്ലേ, ഇത്ര ചെറ്റ വർത്താനം പറഞ്ഞ എന്നെ പോലത്തെ ഒരു ചെറ്റക്ക് ഒരു ചെറ്റ പൈസെങ്കിലും തന്നൂടെ എന്ന് വിചാരിച്ചിരുന്നു. ഈ പറഞ്ഞ ആ സ്ഥാനത്തിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊട്ടനും അത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് BJPയുടെ ഫണ്ട് തട്ടിപ്പ് എല്ലാ സ്ഥലത്തും. അതായത് BJPയുടെ നേതാക്കൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കക്കൂസിൽ കയറിയാൽ വരെ ആ കക്കൂസ് വരെ ഫീസ് ചെയ്ത് കൊടുക്കണ പാർട്ടിയാണ് ഇപ്പം BJP എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘപരിവാർ പാർട്ടി. കക്കൂസ് പോയ വക 10 ലക്ഷം, ഇതൊക്കെയാണ് ഇവരുടെ കണക്കിൽ ഇങ്ങനെ തള്ളി നിൽക്കുന്ന സാധനങ്ങൾ. അപ്പം പാവപ്പെട്ട സംഖ്യകളെ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കും, നിങ്ങളുടെ നേതാക്കളുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം കാര്യം മനസ്സിലാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റ് പറയാനുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം. അത് സംഖ്യ ആണെങ്കിലും ഇടണം, അതല്ലാത്ത ഏത് നല്ല മനുഷ്യരായാലും കമൻറ്റ് ഇടുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.